ഞാൻ ഡോക്ടർ MP മണി, ഒരു പഴയകാല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനാണ്. ഇന്ന് അല്പം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നത്. ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് എന്ന് ഞാൻ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരോട് ചോദിക്കാറുണ്ട് പലപ്പോഴും. ഈ കൃത്യമായ ഉത്തരം ഇവരാരും തരാറില്ല. അവർ പറയും രാഷ്ട്ര സേവനമാണ്, പൊതുജന സേവനമാണ്, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയും. പക്ഷേ ഈ പ്രത്യയശാസ്ത്ര പാഠങ്ങളിൽ പറയുന്നത് നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പഠിക്കുകയും അവയ്ക്ക് പരിഹാരം കാണുകയുമാണ് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതാണ്. അപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും ഇത്തരം പ്രവർത്തനങ്ങളോ ഭാഷകളോ നമുക്ക് കാണാൻ കഴിയാറില്ല. അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിലമ്പൂർ ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സജീവമാണ്. അവർ പ്രസംഗങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഈ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളാണോ, അതിന് പരിഹാരം കാണാനുള്ള വഴികളാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം പറയാനുള്ളത്, ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം വളരെ അതിരൂക്ഷമാണ് എന്നാണ് ഈ അടുത്ത കാലത്ത് കേൾക്കുന്നത്. അപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങൾ വേണ്ട വിധം പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ഈ ജനങ്ങൾ നിയമം കയ്യിലെടുക്കാറുള്ളത്. ഇന്നലെ അത് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ ആരോ കെട്ടിയ വൈദ്യുത കമ്പിവേലിയിൽ തട്ടി 3 പേർക്ക് ഷോക്കേറ്റെന്നും ഒരു മുതിർന്ന ബാലൻ അവൻ്റെ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ മരിച്ചു പോയെന്നുമാണ് കേട്ടത്. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. വേറൊന്ന് കേട്ടത്, അവിടെ ഒരു സർക്കാർ കോളേജ് ഉണ്ടത്രേ. അതിന് സ്വന്തമായി കെട്ടിടത്തിൽ ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു കഷ്ടമാണത്. വേറൊന്ന് കേട്ടത്, അവിടെ ഒരു ആഢ്യന്മാർ വെള്ളച്ചാട്ടത്തോടനുബന്ധിച്ച് ഒരു ജലവൈദ്യുത പദ്ധതിയെ കാണുണ്ടായിരുന്നു. ഇത്ര കേട്ട കാര്യങ്ങളാണ്, സത്യമാണോ അല്ലേന്ന് എനിക്കറിയില്ല. നമ്മൾ കഴിഞ്ഞ പ്രളയത്തിൽ ഇതിനെക്കാണ്ട് ഒരുപാട് കേടുപാടുകൾ പറ്റിയെന്നോ കേട്ടു. എന്തായാലും ജനങ്ങളുടെ പണമല്ലേ, അതൊന്ന് പോയി നോക്കുകയും അത് നേരെയാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക ആകാവുന്നതാണ് ഈ രാഷ്ട്രീയ നേതാക്കൾക്കും പ്രവർത്തകർക്കും. വേറെ പലതുപോലെ കേൾക്കാറുണ്ട്. കാരണം നഞ്ചൻകോടേക്ക് തീവണ്ടിപ്പാത നീട്ടുന്നു, അവിടെ ഒരു നിലമ്പൂർ തമിഴ്നാട് ബൈപ്പാസ് ഉണ്ടെന്നോ ഇങ്ങനെയൊക്കെ ജനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളോട് പറയാനുള്ളത്, ഈ പൊതുജനങ്ങളുടെ നികുതിപ്പണമാണ് പലപ്പോഴും നിങ്ങൾ ഈ വാചകം അവിടെ ഉപയോഗിക്കുന്ന തുക പോലും. ഇത് ഈ നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പഠിക്കാനും അതിന് പരിഹാരം കാണാനും കൂടി വിനിയോഗിക്കേണ്ടതാണ്. അപ്പോൾ അതിന് യഥാർത്ഥത്തിൽ ഒരു കാരണം ഞങ്ങൾ പലപ്പോഴും തമാശ രൂപത്തിൽ പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഈ വിവരവും വിദ്യാഭ്യാസവും നല്ല ചിന്തകളും ശാസ്ത്ര വീക്ഷണമൊക്കെ ഉള്ള കുറേ നല്ല ജനങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് മാന്യതയ്ക്ക് പറ്റിയ പണിയല്ല എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്നുണ്ട്. അതൊരു പരിധിവരെ ഇതിനൊക്കെ കാരണമാണ്. കാരണം നല്ല ആൾക്കാർ രംഗത്ത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പഠിക്കുകയും അതിന് പരിഹാരം കാണുകയും ആയിരിക്കണം എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ചിന്തിക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്.